അങ്ങനെ ഗൈസ് ഞാൻ എൻ്റെ ഉമ്മയും കൂടെ എൻ്റെ ഷാനിമാൻ്റെ വീട്ടിൽ പോകണം. ഷാനിമ എൻ്റെ ഉമ്മാൻ്റെ സ്വന്തം താത്താണ്. എൻ്റെ ഈ ഉമ്മാൻ്റെ സന്തോഷം കണ്ടില്ലേ. ഞങ്ങൾ പോണതിൻ്റെ പിന്നെ ഒരു ഉദ്ദേശമുണ്ട് ഗൈസ്. ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും ഷാനിമാൻ്റെ അരി പൊടിച്ചത് തന്നായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഫാത്താത്താൻ്റെ ഒരേ ഒരു പ്രൊഡക്റ്റായ പൈച്ചുക്കുട്ടനെ വിളിക്കാൻ പോയി. പൈച്ചുക്കുട്ടനെ നഴ്സറി പോയി വിളിച്ചപ്പോൾ അവൻ ഇച്ചിരി എക്സൈറ്റഡ് ആയിപ്പോയി ഗൈസ്. കാരണം പൈച്ചുക്കുട്ടൻ എൻ്റെ ഷാനിമയല്ലേ കാത്തു നിന്നത്. എന്നെ കണ്ടപ്പോൾ അവൻ സർപ്രൈസ് ആയിപ്പോയി. അങ്ങനെ ടീച്ചറിൻ്റെ അറ്റപ്പോയി പറഞ്ഞ് ഞങ്ങൾ പോയി. അപ്പോഴത്തേക്ക് എൻ്റെ ഉമ്മയും ഷാനിമയൊക്കെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. എൻ്റെ മൂത്താപ്പയെ ഓട്ടോ വിളിച്ചങ്ങ് ഞങ്ങൾ നിർത്തി. ഞങ്ങൾ പോണത് എങ്ങോട്ടാ? രാമചന്ദ്രൻ അവരെ സന്തോഷം കണ്ട ഉത്സവപ്പറമ്പിലോട്ട് ഇറക്കി വിട്ട കണക്കാണ് അവരെ സന്തോഷം. അങ്ങനെ ഒന്നും മേടിക്കില്ല എന്നും പറഞ്ഞ് പോയ ഞാൻ തന്നെ ആദ്യം അങ്ങൊരു ടോപ്പ് എടുത്ത്. അതെല്ലാം എപ്പോഴും അങ്ങനെയാണ്. ഒന്നും മേടിക്കണില്ല എന്ന് പറഞ്ഞ് പോലെ എന്തെങ്കിലും നമ്മൾ മേടിക്കും. അങ്ങനെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പം ഗൈസ് എൻ്റെ പ്രാണിയെ കണ്ട്. ഇതാണ് എൻ്റെ പ്രാണി. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു കറക്കം കറങ്ങി ഇരുന്നപ്പോൾ പിന്നെ എൻ്റെ കസിനെ അവളെ ഉമ്മയും കണ്ട്. അവൾക്ക് ഒരു ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞാൻ എൻ്റെ പൈസനെയും കൊണ്ട് നടക്കാൻ തുടങ്ങി. പിന്നെ ഇവരെ ഷോപ്പിംഗ് തീരൂല എന്ന് മനസ്സിലായി ചെറുക്കന് ഒരു 8 പണി കൊടുത്തു. അവ ഒരു കർട്ടൻ്റെ ഇടയിൽ കയറി ഒളിച്ചു. അങ്ങനെ 2 മിനിറ്റ് ഹാർട്ട് അറ്റാക്ക് എൻ്റെ ഷാനിമാക്ക് വന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയി ഒരു കോഫിയും ബ്രോസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം മൂത്താപ്പാൻ്റെ ഓട്ടോ വിളിച്ച് ഞങ്ങളെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് അവരങ്ങ് വീട്ടിൽ പോയി. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.